Hi friends, once again welcome back to this channel. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ദം ബിരിയാണി ഇഷ്ടമാണ്, പക്ഷേ കിച്ചണിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണം, അത് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഫ്രഷായിട്ട് ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. തുടക്കക്കാർക്ക് പോലും ഇത് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ 1 കിലോ ചിക്കനാണ് മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ട്. ജീരകശാല റൈസ് അതുപോലെ 1 കിലോ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിർക്കാൻ വെക്കണം. അതുപോലെ നമുക്ക് വേണ്ടത് പച്ചമുളക്, പുതിനയില, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഇതാണ് പച്ച മസാല എന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് അരച്ച് വെക്കണം, ഒന്ന് ക്രഷ് ചെയ്ത് വെക്കണം. പിന്നെ ഞാനിവിടെ ഒരു 5 വലിയ സവാള അരിഞ്ഞ ശേഷം നമ്മൾ കൈ കൊണ്ട് അതൊന്ന് വേറെടുത്തിടണം. അപ്പോൾ അതിൽ ചില പീസസൊക്കെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ളത് വരും. അത് കുഴപ്പമില്ല, അത് നമ്മൾ കണ്ടാലോ ഒന്ന് മാറ്റി വെക്കുക. അത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിലേക്ക് ഇടുക. തിന്നായിട്ടുള്ള പീസസ് വേറെയും ആക്കുക. അപ്പോൾ നമുക്കൊരു 5 വലിയ സവാള ഇതുപോലെ അരിഞ്ഞു വെക്കുക. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്യാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വലിയ പീസസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ് ചിക്കൻ വേവിക്കുമ്പോൾ ഇടുന്നത്. ഇത് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാനുണ്ട്, ബ്രൗൺ കളറിലാക്കി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ റെഡിയായി, റൈസ് റെഡിയായി, സവാള റെഡിയായി. ഇനി കുറച്ച് നട്ട്സും റൈസിൻസും നമ്മൾ മാറ്റി വെക്കുക. പിന്നെ നെയ്യ് കുറച്ച് വേണം, നമുക്ക് ഓയിൽ വേണം, പിന്നെ വെളിച്ചെണ്ണ. അത് വെളിച്ചെണ്ണ നിർബന്ധമില്ല, ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഉപ്പ്. ഇത്രയും നമ്മൾ മാറ്റി വെക്കുക. ഇനി അടുത്തത് എന്താ വേണ്ടത് നോക്കുക. ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് വെക്കണം, അതിൻ്റെ നീര്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് വേണം. അപ്പോൾ വലിയ നാരങ്ങ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ പകുതി നാരങ്ങ നമുക്ക് ചിക്കനിലേക്ക് വേണം, പകുതി ചോറിലേക്ക് വേണം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബിരിയാണി മസാല വേണം. ബിരിയാണി മസാല ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ട് വെക്കാം. അപ്പോൾ കുറച്ചധികം പൊടിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ട കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, റോസ് വാട്ടർ, പിന്നെ 1/2 ടീസ്പൂണോളം ഷുഗർ വേണം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, ഇത്രയും വേണം. ജാതിപത്രി അല്ല കേട്ടോ, തക്കോല. ഇനി നമ്മൾ അരി ഒന്ന് വാർത്ത് വെക്കുക. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വാരാൻ വെക്കുക, വെള്ളം കളയാൻ വേണ്ടി. പിന്നെ ഒരു തക്കാളി, ഏകദേശം ഒരു 2 വലിയ സൈസ് തക്കാളി അരിഞ്ഞു വെക്കുക. ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക, കോരി വെക്കണം. അങ്ങനെ നട്ട്സും റൈസിൻസും റെഡിയായി, അത് നമ്മൾ കോരി വെച്ചു. ഇനി അതേ എണ്ണയിലേക്കാണ് നമ്മൾ ആ തിന്നായിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് മൂക്കുന്നവരെ വഴറ്റി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. അപ്പോൾ അത് ഏകദേശം ഒരു ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും കൂടി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര എന്നുള്ള ടിപ്പ്, അതൊരു ടിപ്പാണ് നമ്മളതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സവാളയും നന്നായി ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഈ സവാളയും റൈസിൻസും നട്ട്സും മാറ്റി വെക്കുക. ഈ സവാള തന്നെ 2 ഭാഗമാക്കി വെക്കണം. 1/4 ഭാഗം നമുക്ക് ചിക്കനിലേക്ക് വേണം, 1/4 ഭാഗം നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ വേണം. അപ്പോൾ അതപ്പോൾ തന്നെ നമ്മളൊന്ന് മാറ്റി വെക്കുക. ബാക്കി എണ്ണയിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് നമ്മൾ കുറച്ചുകൂടി സവാള മാറ്റി വെച്ചിട്ടില്ല, കുറച്ച് തിക്ക് പീസസൊക്കെ, ആ സവാളയും കുറച്ച് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുതിന, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും പച്ചമണം ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ മല്ലിയിലയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച ശേഷം ബാക്കി മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ മാറ്റി വെച്ച മല്ലിയിലൊക്കെ നമുക്ക് ദം ചെയ്യുന്ന സമയത്താണ് ആവശ്യം. അതുപോലെ ബിരിയാണി മസാല നമുക്കിതിലേക്ക് വേണം. ബിരിയാണി മസാല ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഞാൻ ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അതെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചെറിയ തീയിൽ വെച്ചൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചാൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിൽ കിടന്ന് വെന്ത ശേഷം നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യുക. മഞ്ഞളുടെ കുറവ് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചുകൂടി മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ മഞ്ഞ കളർ വേണ്ട. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞളാണ് ഞാൻ ആകെ ചേർത്തത്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി, ചെറിയ കഷ്ണങ്ങളായി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്ന തക്കാളിയായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് കണ്ടില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം, ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ ഇതുപോലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് വലിയൊരു പണിയൊന്നുമല്ല. അത് തുടക്കക്കാർക്ക് പോലും ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം കുറേ വന്ന ശേഷം നമ്മൾ ഫ്ലെയിം നന്നായി കൂട്ടി വെക്കുക, പിന്നെ അടച്ച് വെക്കാതെ വേവിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കുക. ഞാൻ വലിയ സ്പൂണായിരുന്നു എടുത്തിരുന്നത്, അത് കാരണം 2 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കടന്ന് ആ ചിക്കനും ആ വെള്ളമൊക്കെ ഒന്ന് അതിൽ ഇതാവണം. കുറച്ച് കഴിഞ്ഞ് നോക്കി നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ നോക്കിയാൽ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ടാവും. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിലേക്ക് സവാള നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ബ്രൗൺ കളർ, അതിൻ്റെ 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി വെക്കുക. നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് അരി ചെയ്തെടുക്കാം. നമുക്ക് ചോറുണ്ടാക്കണം. അപ്പോൾ അതിനൊരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാവുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ഏലക്ക ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് വാർത്ത് വെച്ചിട്ടുള്ള അരി കൊട്ടിക്കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ വറുത്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടും, രണ്ടാമത്തത് അരി ഒട്ടിപ്പിടിക്കില്ല. ഇതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നത്. ഇനി ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്തിട്ടുള്ളത് ആ കപ്പിൻ്റെ ഡബിളാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് 4 ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ 8 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ 8 ഗ്ലാസ്സിന് പകരം ഒരു 7.25 ഗ്ലാസ്സിൽ നിർത്തുക. അപ്പോൾ കൂടുതൽ വെള്ളം ആയി കുഴഞ്ഞു പോവില്ല. അതിലേക്ക് തന്നെ നാരങ്ങനീര് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ചോറും റെഡിയായി. ഇനി നമുക്ക് ദമ്മ് ചെയ്യണം അല്ലേ. ദം ചെയ്യാൻ വേണ്ടി എല്ലാ സാധനങ്ങളും, നട്ട്സ്, റേസിൻസ് വേണം, ഫ്രൈ ചെയ്ത ഓണിയൻ വേണം, ബിരിയാണി മസാല വേണം, മല്ലിയില വേണം, കുറച്ച് നെയ്യ് വേണം. അതുപോലെ റോസ് വാട്ടർ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് കളർ ചേർക്കുന്നില്ല, മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ച് നമുക്കിനി ദമ്മ് ചെയ്യാം. അപ്പോൾ ഏത് പാത്രത്തിലാണോ ദമ്മ് ചെയ്യുന്നത് അത് കുറച്ച് വലിയ പാത്രമായിരിക്കണം. അതിനടിയിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക, ഫസ്റ്റ് ലെയർ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുക. ചോറിൻ്റെ മേലെ ഇതുപോലെ നട്ട്സും റേസിൻസും, കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, മല്ലിയില, കുറച്ച് ബിരിയാണി മസാല, അതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുത്ത് നമ്മൾ ആ റോസ് വാട്ടറും മഞ്ഞളും കൂടി കലക്കിയത് മറ്റേ ലെയറിലിട്ട് കൊടുക്കണം, ഈ ലെയറിലിട്ട് കൊടുക്കണം. ഇതേപോലെ 2 ലെയറും ചെയ്തെടുക്കുക. ബിരിയാണി മസാലയൊക്കെ നമ്മൾ കുറച്ചധികം പൊടിച്ച് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ബിരിയാണി ചെയ്യാൻ പറ്റും. ഇനി ഇത് ദമ്മ് ചെയ്തതിന് ശേഷം പുറത്ത് ആവി പോവാതിരിക്കാൻ ഞാനൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ആവി കയറ്റിയെടുക്കുക. നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബിരിയാണിയോ ചോറൊന്നും ഒട്ടി പിടിക്കാതെ വേറെ കിട്ടുന്ന തരത്തിലുള്ള ബിരിയാണി, നല്ല ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.